ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ചാനലുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചില ചാനലുകൾ കുറച്ചു കാലമെല്ലാം സ്റ്റക്കായിരിക്കും. അതായത് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തൊരു ചാനൽ. എന്നാൽ പിന്നീട് ഈ ചാനൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ചാനൽ ഇത് വളരെ നല്ല റീച്ചിലെല്ലാം എത്തിയിട്ടുണ്ടാകും. അതായത് നല്ല സബ്സ്ക്രൈബേഴ്സ്, നല്ല വ്യൂസ് ഇത്തരത്തിലെല്ലാം വന്നിട്ടുണ്ടാകും. അപ്പോൾ എപ്രകാരമാണ് പെട്ടെന്ന് ഒരു ചാനൽ ഇപ്രകാരം നല്ല രീതിയിൽ അവർക്ക് വ്യൂസ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവരുടെ ചാനലിൽ അവർ ചെയ്തിരിക്കുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ടെല്ലാമാണ് അവരുടെ ചാനൽ ഇതുപോലെ സ്റ്റക്കായിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് അവർ തന്നെ മനസ്സിലാക്കുകയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ചാനലിന് വേണ്ട ഗ്രോത്ത് എല്ലാം ലഭിക്കും. ഉദാഹരണമായി, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എല്ലാം പെർഫെക്റ്റായി ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ ചാനലിൻ്റെ തംബ്നെയിൽ നിങ്ങൾ കറക്റ്റായി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തംബ്നെയിൽ ഡിസൈൻ ചെയ്യുന്നതിന് ഇതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നല്ല രീതിയിൽ തംബ്നെയിൽ എല്ലാം ഡിസൈൻ ചെയ്യുന്ന മറ്റു ചാനലുകൾ, അതായത് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ്, അവരുടെ മുൻപിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തംബ്നെയിൽ ഇത് കാണിക്കുമ്പോൾ അധികം ആളുകൾ ഈ ഒരു തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇത്തരത്തിലെല്ലാം വരുമ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം കുറയാൻ ഇത് കാരണമാകും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണമായി, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റിലുള്ള മിസ്റ്റേക്ക്, അതുമല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലുള്ള പ്രശ്നങ്ങൾ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതുമല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്കിൻ്റെ പ്രശ്നങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ചാനലിൻ്റെ ഇതിൻ്റെ ഗ്രോത്ത് എല്ലാം കറക്റ്റായി വരാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾ മറ്റുള്ളവരുടെ വീഡിയോസ് എല്ലാം കണ്ട് അവർ എന്തെല്ലാമാണ് അവരുടെ ചാനലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി അവരുടെ ചാനലിൽ വേണ്ട കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തി ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ചാനലിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് എല്ലാം കാണാൻ സാധിക്കും. അതായത് അവർക്ക് അവരുടെ മിസ്റ്റേക്ക് സ്വയം വിലയിരുത്തി അതിൽ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിച്ചു എന്നത് തന്നെയാണ് അവരുടെ സക്സസ്സിന് അവരെ സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്കും നമ്മുടെ ചാനലിൽ കുറേ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഐഡിയാസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ പുതിയ ഐഡിയാസ് എല്ലാം കൊണ്ടുവരുമ്പോൾ, അതായത് മറ്റുള്ള ചാനലിൽ നിന്നും വേറിട്ടൊരു കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചാനലിനെ ഗ്രോത്തിലേക്കെല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഉദാഹരണമായി ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാനൊരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചാനലിൽ അവർ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതായത് നമ്മുടെ വീഡിയോയുടെ സൈഡിലായി സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ അവർ വളരെ മനോഹരമായ സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു ശ്രദ്ധ നമുക്ക് അത്തരത്തിൽ സബ്സ്ക്രൈബ് ബട്ടണിലേക്കെല്ലാം പോകാം. അതുവഴി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം കൊണ്ടുവരാനും സാധിക്കും. എന്നാൽ നമ്മൾ ഇവിടെ കറക്റ്റായ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്, കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഇതിൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത് വളരെ കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് അതിൽ നിന്നുള്ള വ്യൂസ് ഇതെല്ലാം തന്നെ കുറയാനെല്ലാം സാധ്യതയുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നത്, ഇത്തരത്തിൽ ഒരാൾ അവരുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാമാണ്. അപ്പോൾ അയാളുടെ ചാനലിലേക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ ചെയ്തിരിക്കുന്ന ഒരുപാട് ഐഡിയാസ് എല്ലാം അവരുടെ ചാനൽ ഗ്രോത്തിനെല്ലാം ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കും നമ്മുടെ ചാനലിന് നമ്മൾ എന്ത് വെറൈറ്റി കാര്യങ്ങളാണ് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനെ ഇതിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ നമ്മൾ മറ്റൊരു ചാനൽ കണ്ട് അതുപോലെ കോപ്പി ചെയ്ത് അവരുടെ സ്റ്റൈൽ കോപ്പി ചെയ്യുന്നതിലല്ല കാര്യം. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റൈലെല്ലാം അപ്ലൈ ചെയ്ത്, അതായത് നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബർ എല്ലാം വരാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നതാണ് മനസ്സിലാക്കാൻ പ്രയാസം. അതിനാൽ തന്നെ ഈ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായി ചിന്തിക്കേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതലായി റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇതിന് വേണ്ട വിധത്തിൽ നിങ്ങളുടെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനലിലേക്ക് നല്ല വ്യൂസ് എല്ലാം വരാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്.
പലരും നമ്മൾ ചെയ്യുന്ന അത്ര ഹാർഡ് വർക്ക് പോലും ചെയ്യാതെ അവരുടെ ചാനലിലേക്ക് നല്ല വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ടെക്നിക്സ് ഇത് വളരെ മനസ്സിലായിട്ടുണ്ട്. കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടെല്ലാം ആയിരിക്കും പലർക്കും ഇത്തരത്തിൽ അവരുടെ ചാനലിലേക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നത്. റീസെൻ്റായി ഞാൻ ഒരു ചാനലിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ചാനൽ തുടങ്ങി അധികമായിട്ടില്ല, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ 4ാമത്തെ ചാനലാണിത്, 3 ചാനൽ എനിക്ക് സക്സസ് ആക്കാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ 4ാമത്തെ ചാനലിൽ ഇതിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു. അതായത് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നല്ല എക്സ്പീരിയൻസ് എല്ലാം മനസ്സിലായി. അതുപോലെ എന്താണ് അവരുടെ ചാനലിൽ ചെയ്യേണ്ട മാറ്റം എന്നെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ട് തന്നെ ഈ ഒരു പുതിയ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചാനലും നല്ല ഗ്രോത്തിലേക്കെല്ലാം വരണമെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് വ്യൂസ് ഒന്നും ലഭിക്കില്ല. ഇതിനായി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായ കുറച്ച് സ്മാർട്ട് വർക്ക്സ് എല്ലാം ഉണ്ട്. അതായത് എന്തെല്ലാമാണ് നമ്മുടെ ചാനലിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുക, ഇത്തരത്തിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ച് അതിനനുസരിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുക എന്നത്. അതായത് നമ്മുടെ വീഡിയോയുടെ വാട്ടർമാർക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നതാണ് ചോദിക്കുന്നത്. വീഡിയോയുടെ സൈഡിലായി നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എൻഡ് ഓഫ് ദി വീഡിയോ, അതായത് നമ്മുടെ വീഡിയോയുടെ അവസാനം മാത്രമായി ഈ സമയമെല്ലാം കാണിക്കുന്ന രീതിയിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് നമ്മുടെ YT സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ നമ്മുടെ ചാനൽ ബാനർ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനാണ്. ഇപ്രകാരം ഈ ഒരു പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ഐക്കൺ കിട്ടും. ഇപ്രകാരം ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട ഒരു സൈസ് ഉണ്ട്. ഈ ഒരു സൈസ് ഇത് കറക്റ്റായി സെറ്റ് ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് ടൂൾസ് എന്നതിൽ പോയതിനു ശേഷം ക്രോപ്പ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മുകളിലായി നമുക്ക് ഇവിടെ സൈസ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ വിഡ്ത്ത് 150 അതുപോലെ ഹൈറ്റ് 150. ഇതാണ് നമ്മൾ സാധാരണയായി യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഹൈറ്റ്, വിഡ്ത്ത് എല്ലാം. അതിനാൽ തന്നെ ഇപ്രകാരം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സ്ക്രീൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾക്ക് സ്റ്റിക്കർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബ് ബട്ടണായി വേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സെർച്ച് എന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം സബ്സ്ക്രൈബ് എന്ന് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇപ്രകാരം സെർച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള ഈ ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്നും വേണ്ടതെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ആക്കാനെല്ലാം സാധിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ബട്ടണായി യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഈ ഒരു സബ്സ്ക്രൈബ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഇവിടെ താഴേക്ക് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്കിത് വേണ്ട രീതിയിലേക്ക് എൻലാർജ് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഗ്യാലറിയിലേക്ക് സേവ് ആയി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഇത് YT സ്റ്റുഡിയോയിൽ പോയി നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡിങ് എന്നതിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണായി എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്ത ഒരു ഫോർമാറ്റിലാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് കറക്റ്റ് സൈസിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെ ഈസിയായി ഇത്തരത്തിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം ക്രിയേറ്റ് ചെയ്യാം. പിക്സാർട്ടിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ക്യാൻവ എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ചാനലിന് വേണ്ട ബാനർ എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇതിനായി ഞാനിവിടെ ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചാനൽ ബാനർ എന്ന ഒരു അല്ലെങ്കിൽ യൂട്യൂബ് ബാനർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ യൂട്യൂബ് ബാനർ എന്ന് ഇവിടെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനത് നേരത്തെ സെർച്ച് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്കിത് ചാനൽ ബാനർ അല്ലെങ്കിൽ വൺ സെക്കൻഡ് യൂട്യൂബ് ബാനർ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ ഒരുപാട് ഫോർമാറ്റ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോർമാറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇതിൽ നമുക്ക് ഇപ്പോൾ ഇത് പ്രോ ആണ്. അതിനാൽ തന്നെ പ്രോ എന്നാൽ നമ്മൾ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് യൂസ് ചെയ്യേണ്ടതാണ്. അതിനാൽ തന്നെ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ പെയ്ഡ് അല്ലാതെ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്നും ആഡ് ചെയ്യാം. ഉദാഹരണമായി നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ ഈ ഒരു തീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് പെയ്ഡ് അല്ല, ഇത് ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേരെല്ലാം ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരെല്ലാം കൊടുക്കാം. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ പേരെല്ലാം കൊടുക്കാം. ഇപ്രകാരം വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ എഡിറ്റ് ചെയ്യാനും അതുപോലെ ഇതിലുള്ള ഫോട്ടോസ് എല്ലാം വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ എല്ലാം ഇവിടെ കറക്റ്റായി പ്ലേസ് ചെയ്യാം. ഇതിനുള്ള ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ സാധിക്കും. അപ്പോൾ കുറച്ചു നേരം നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ഡിസൈൻ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഫോട്ടോ എല്ലാമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ റീപ്ലേസ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ കറക്റ്റായി ഇത് പ്ലേസ് ചെയ്യുക. ഇപ്രകാരം എല്ലാം ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങളുടെ ചാനൽ ബാനർ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാമാണ് വരുന്നത്. അതായത് നമ്മുടെ ഫേസ് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ കുറച്ച് വലുതാണെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്കിത് കറക്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇപ്രകാരം നമുക്കിപ്പോൾ ഇവിടെ ഫോട്ടോ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനറായി സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം ഇപ്പോൾ റെഡിമെയ്ഡായി നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം യൂസ് ചെയ്ത് ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് തന്നെയാണ് അവരുടെ ചാനലിന് വേണ്ട ചാനൽ ബാനർ അതുപോലെ ഈ ഒരു വാട്ടർമാർക്ക് വീഡിയോ വാട്ടർമാർക്ക് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാം നൽകുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് വേണ്ട ഡിസൈൻ എല്ലാം കറക്റ്റായി കണ്ടുപിടിക്കുക, അതുപോലെ നമ്മുടെ ചാനലിൽ ഏത് വച്ചാലാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിലാക്കുക, അതുപോലെ ഏത് തരത്തിലുള്ള ഫോണ്ട് എല്ലാം കൊടുത്താലാണ് നമ്മുടെ ചാനലിന് ഒരു ബ്രാൻഡ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്